വിശദമായ വാർത്തകളിലേക്ക്. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളം ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ ഹാജരായി. ജില്ലാ കളക്ടർക്ക് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കോടതി വിമർശിച്ചു. കോർപ്പറേഷനെ തള്ളിപ്പറഞ്ഞ് കളക്ടർ തീപിടുത്തമുണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് ജില്ലാ ഭരണകൂടം കോർപ്പറേഷന് മുന്നറിയിപ്പ് രേഖാമൂലം നൽകിയിരുന്നുവെന്ന് കളക്ടർ അറിയിച്ചു. 2 ദിവസം കൊണ്ട് തീ പൂർണ്ണമായി അണയ്ക്കുമെന്നും കളക്ടർ കോടതിയെ അറിയിച്ചു. തദ്ദേശ സെക്രട്ടറിക്ക് 2016 ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ കോടതി വായിപ്പിച്ചു. 2 ദിവസം കൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കുമെന്ന് കളക്ടർ. അതിനിടെ ബ്രഹ്മപുരം തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ചേരുന്നുണ്ട്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, കളക്ടർ ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നു. എന്താണ് നൽകിയിരിക്കുന്ന വിശദീകരണം? ധന്യ, ഈ വിഷയത്തിൽ കളക്ടർ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ കളക്ടർക്ക് വളരെ നിശിതമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞു വന്നത്. ജില്ലാ കളക്ടർക്ക് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അതുമാത്രമല്ല, 2 ദിവസം കൊണ്ട് പുക അണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്ന് കോടതി ആരാഞ്ഞിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഫയർ ഉദ്യോഗസ്ഥർ നൽകിയതെന്നാണ് കളക്ടർ അപ്പോൾ മറുപടി നൽകിയത്. അത് അത്തരം വിഷയങ്ങളിൽ നിന്ന് കളക്ടർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരെ കാര്യക്ഷമതയും ചെറുതായി കാണുന്നില്ല. എന്നാൽ അവർക്ക് അതിന് കഴിയാതെ വരികയാണെങ്കിൽ ദേശീയ തലത്തിലുള്ള വിദഗ്ധരെ തന്നെ കോടതി തന്നെ ഇതിൽ നിയോഗിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുകയുണ്ടായി. വിശദമായ റിപ്പോർട്ട് വെള്ളിയാഴ്ച നൽകണമെന്നാണ് ജില്ലാ കളക്ടറോട് കോടതി പറഞ്ഞത്. ഇത് സംബന്ധിച്ച് എന്ത് സംബന്ധിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെയും ജില്ലാ കളക്ടർ നൽകേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരി എന്ന രീതിയിൽ തന്നെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തീപിടുത്തമുണ്ടായ ശേഷം സ്വീകരിച്ച നടപടികൾ കളക്ടറോട് വിശദീകരിക്കാനായിട്ട് കോടതി പറഞ്ഞു. തീപിടുത്തമുണ്ടാവുന്നതിന് മുൻപ് തന്നെ 3 ദിവസം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് അപ്പോൾ കളക്ടർ കോടതിയിലെ ബോധിപ്പിക്കുകയുണ്ടായത്. ഒപ്പം ഈ കോടതിയിൽ ഇപ്പോൾ ബോധിപ്പിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന മലിനീകരണ പ്രക്രിയ, അതായത് ഈ മലിനീകരണം ശേഖരിക്കുന്ന കാര്യങ്ങളിലടക്കം ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാലിന്യം ശേഖരിക്കാത്ത മേഖലകൾ ഇപ്പോഴും കൊച്ചിയിലുണ്ടെന്ന് കോടതി ഇതിൽ പറയുകയുണ്ടായി. അതോടൊപ്പമാണ് ഈ പ്ലാന്റിലെ ഈ തീ പൂർണ്ണമായും അണച്ചുവെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിച്ചു. അവിടെ നടക്കുന്ന പ്ലാന്റ് എന്ന ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നത് സംബന്ധിച്ചും സമഗ്രമായ ഒരു റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. അത് ഈ വരുന്ന വെള്ളിയാഴ്ച ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം, വ്യക്തമായി എന്ത് നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയോട് പറയണമെന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി ആരാഞ്ഞത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന കാര്യങ്ങൾ, തീ കെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കോടതി ആരാഞ്ഞിരുന്നു. ഇതിൽ വലിയ റിപ്പോർട്ടുകളൊന്നുമല്ല കോടതിക്ക് ആവശ്യം. ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഖരമാലിന്യ സംസ്കരണത്തിന് ശാശ്വത സംവിധാനം കാണാൻ സമയം തരാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നതും അതോടൊപ്പം കോടതി പറയുകയുണ്ടായി. ഇതിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ, അതിൽ ഏത് രീതിയിലാണ് സംസ്കരണം എന്ന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാതിൽപ്പടിയിൽ വെച്ച് തന്നെ മാലിന്യങ്ങൾ 100% വേണ്ട രീതിയിൽ തന്നെ തരംതിരിക്കേണ്ടതാണ് എന്ന് കോടതി പറഞ്ഞു. കാരണം ആ രീതിയിൽ സംസ്കരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ പലയിടത്തും തന്നെ മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ വികേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ സംഭരിക്കുന്നില്ല. അതുകൊണ്ട് പലയിടത്തും അലക്ഷ്യമായി വലിച്ചെറിയുന്ന രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. പൊതുവിടങ്ങളിൽ ഇതിങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ വേണമെന്നതടക്കം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. സർക്കാർ ഭാഗത്തുനിന്ന് അറിയിച്ചത് വരും ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ യോഗം, ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഒരു യോഗം തന്നെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ വിളിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഡാനി, ഒന്ന് തുടരാമോ? വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. 5 മണിക്ക് യോഗം ചേരുമെന്നാണ് അറിയുന്നത്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? പ്രധാനമായും എങ്ങനെ നീങ്ങാനാണ്, എന്ത് തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ?
ബ്രഹ്മപുരം സർക്കാരിന് വലിയ തലവേദനയായി മാറുകയാണ് ഓരോ ദിവസവും. ഇന്ന് പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. പൂർണ്ണമായും സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ടും ചൂണ്ടുവിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മാത്രമല്ല, സർക്കാരിന് ഈ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായം തേടണം, അതിന് സർക്കാർ തയ്യാറാകണം, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിന് വഴികളാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 5 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക. യോഗത്തിൽ പ്രധാനമായും തേടുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള വഴികളാണ്. വിവിധ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. എത്രയും വേഗം പ്രശ്നപരിഹാരത്തിനുള്ള വഴികളാണ് മുഖ്യമന്ത്രി തേടുന്നത്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി പേർക്കുണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഇതിനൊരു കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ യോഗത്തിൽ അതാകും തീരുമാനമുണ്ടാവുക. നന്ദി അരുൺ. മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ പ്രതിഷേധം. മേയറുടെ ഓഫീസിൽ മാലിന്യം വിതറി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചു. ഡാനി പോൾ ചേരുന്നു. ഡാനി, മാലിന്യം എറിഞ്ഞ പ്രതിപക്ഷ കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഡാനി, കേൾക്കാമോ? ധന്യ, പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ തുടരുകയാണ്. മേയറെയാണ് ഉപരോധിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇതിൽ മാത്രമല്ല, മാലിന്യവുമായാണ് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ കൗൺസിലർമാരും ഇവിടേക്ക് എത്തിയത്. അവരവിടെ മാലിന്യങ്ങൾ വിതറുകയും ഒപ്പം തന്നെ അവിടെ ഉപരോധിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഒരു ഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കി. ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടക്കുന്നത്. മേയർ സ്ഥലത്തെത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മേയർ വന്നില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ഉപരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് തുടരുകയും ചെയ്യുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ബ്രഹ്മപുരം മാലിന്യ വിഷയം കോർപ്പറേഷനകത്തും വലിയ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലിനകത്തേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് ഈ സമരം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ചയായി തുടരുന്ന ബ്രഹ്മപുരം തീപിടുത്തത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം പുതിയ തലത്തിലേക്ക്. മാലിന്യ സംസ്കരണത്തിന് CPM നേതാവിന്റെ മകൻ കരാർ നേടിയത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ഉപകരാർ കോൺഗ്രസ് നേതാവിന്റെ മകനാണെന്ന മറുവാദമുയർത്തിയാണ് സർക്കാർ നേരിടുന്നത്. അതേസമയം ഇരുമുന്നണികൾക്കെതിരെയും വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ നീക്കം. മാലിന്യ സംസ്കരണം നിലച്ചതാണ് തീപിടുത്തത്തിന് ഇടവച്ചതെന്നാണ് ആക്ഷേപം. കരാർ കമ്പനിയുടെ പരാജയം ചർച്ചയായപ്പോഴാണ് കമ്പനി ഉടമയുടെ രാഷ്ട്രീയ സ്വാധീനവും വിവാദങ്ങളിൽ നിറഞ്ഞത്. മുൻപരിചയമില്ലാത്ത സോൺട്ര ഇൻഫ്രാട്രക്ക് എന്ന കമ്പനി വൈക്കം വിശ്വന്റെ മരുമകന്റേതാണെന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. ബ്രഹ്മപുരത്തെ കടുത്ത പ്രതിസന്ധിക്ക് പിന്നിൽ മാലിന്യ നീക്കം നിലച്ചതാണെന്ന വാദം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയാണ്. കരാറുകാർ ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഈ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അവിടെ അണയുന്നില്ല. വ്യാപകമായ അഴിമതിയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് നടന്നിരിക്കുന്നത്. അത് ആരെല്ലാം പങ്കാളികളാണെങ്കിലും അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. എന്നാൽ കരാർ കമ്പനിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന വാദം CPM തള്ളി. വഴിവിട്ട ഇടപെടൽ നടന്നിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വഴിവിട്ട സഹായം നൽകേണ്ട കാര്യമില്ല. ആരായാലും
അതിൽ വേറെ നോക്കേണ്ട ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് റിവ്യൂ നടത്തിയതാണ്. ഈ പ്രവർത്തനം വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇനി കരാറുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു പോകുന്നില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള നിലപാട് ഉൾപ്പെടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാണ്. മരുമകന് രാഷ്ട്രീയ സ്വാധീനത്തിൽ കരാർ കിട്ടിയെന്ന ആരോപണം വൈക്കം വിശ്വനും നിഷേധിച്ചു. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നൊന്നും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വേറെ പ്രശ്നമില്ല. മുഖ്യമന്ത്രി അങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. എൻ്റെ കുടുംബാംഗങ്ങളും മറ്റു കാര്യങ്ങളും അത് ഞാൻ പറഞ്ഞിട്ടില്ല. മാലിന്യ സംസ്കരണത്തിന് ഉപകരാർ നേടിയത് കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാലിന്റെ മകനാണെന്നത് ഇരുമുന്നണികൾക്കുമെതിരെ ബ്രഹ്മപുരം പ്രതിസന്ധിയിൽ BJP ആയുധമാക്കുന്നു. ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വന്റെ മരുമകന് ബ്രഹ്മപുരത്തെ പ്രധാന കരാറ് കിട്ടുമ്പോൾ ബഹളം വെച്ച് ഉപകരാർ നേടിയത് KPCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിൻ്റെ മകനാണ്. കേരളത്തിലെ പങ്കുകച്ചവടത്തിൻ്റെ, അഴിമതിയുടെ കൂട്ടുകച്ചവടത്തിൻ്റെ, വീതം വെപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. അതേസമയം ഒരാഴ്ച പിന്നിട്ടിട്ടും ബ്രഹ്മപുരത്ത് പരിഹാരമുണ്ടാവാത്തതോടെ പ്രതിപക്ഷം കടുത്ത നീക്കത്തിലാണ്. മേയറുടെ രാജി ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ ഭരണകൂടത്തിന് സാധിക്കാത്തത് കൊണ്ട്, ഭരണസമിതിക്ക് സാധിക്കാത്തത് കൊണ്ട് അതിന്റെ ധാർമ്മികമായ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ന്യൂസ് 18 കൊച്ചി. 5 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലമാറ്റം. എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജിനെ വയനാട്ടിലേക്ക് മാറ്റി. ഉമേഷ് NSK ആണ് പുതിയ എറണാകുളം കളക്ടർ. നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറാണ് ഉമേഷ് NSK. വയനാട് കളക്ടറായ ഗീത A കോഴിക്കോട് കളക്ടറായി ചുമതലയേൽക്കും. ഹരിത വി കുമാറിനെ തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മാറ്റി. VR കൃഷ്ണതേജയാണ് പുതിയ തൃശൂർ കളക്ടർ. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക്. നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വീണ്ടും വിവാഹിതനായി. ഭാര്യ ഷീന ഷുക്കൂറിനെയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമതും വിവാഹം ചെയ്തത്. കാഞ്ഞങ്ങാട് ഹോസ്ദുർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രാവിലെയായിരുന്നു വിവാഹം. ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഷുക്കൂർ വക്കീലും ഷീന ഷുക്കൂറും വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. 28 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വീണ്ടും കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം. 3 പെൺമക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു രജിസ്ട്രേഷൻ. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരെയുള്ള സ്ത്രീപക്ഷ കാഴ്ചപ്പാടാണ് വിവാഹ രജിസ്ട്രേഷനിലൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ഈ കല്യാണം നേരത്തെ കഴിഞ്ഞ കല്യാണം വീണ്ടും രജിസ്റ്റർ ചെയ്തതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അത് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ്. നമ്മുടെ മുസ്ലിം കുടുംബത്തിൽ പറക്കുന്ന പെൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വിവേചനമുണ്ട്. ആ കുട്ടികൾക്ക് സമൂഹത്തിലെ മറ്റ് സമുദായത്തിൽ പറഞ്ഞ കുട്ടികൾക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വത്തവകാശത്തിലെ തുല്യത നൽകണം എന്നുള്ളൊരു സന്ദേശം നൽകുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ എംപവർമെൻറ്റ്, ജെൻഡർ ജസ്റ്റിസിന് ഉള്ള ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. വളരെ സന്തോഷമുണ്ട്. മക്കളൊക്കെ ഹാപ്പിയാണ്. അവർക്കിപ്പോൾ എന്തോ സംഭവിച്ച എന്തൊക്കെയോ അധികാരങ്ങൾ കൈവന്ന രീതിയിലാണ് അവർ. മാതാപിതാക്കളുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനായതിന്റെ സന്തോഷം മക്കളും മറച്ചുവെക്കുന്നില്ല. വി ആർ വെരി ഹാപ്പി. ഉപ്പ ഉമ്മ, ഞങ്ങളുടെ പേരൻസ്, വി ആർ വെരി പ്രൗഡ് ഓഫ് ദം. ഒരു എന്താ പറയുക, സൊസൈറ്റിയിൽ ഒരു ചേഞ്ചിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ദേ ആർ. ഇപ്പം തന്നെ ഒരുപാട് പേര് ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ. അതന്നെ വലിയൊരു എന്താ പറയുക, ഓൾറെഡി ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. അപ്പം വെരി ഹാപ്പി. വി ആർ ഓൾവേസ് ദെയർ വിത്ത് ദം ആസ് എ ഫാമിലി. വി ആർ സോ ഹാപ്പി ടുഡേ. 1994 ഒക്ടോബർ 6 ഷീനയുടെ പാലക്കാട് പുതുപരിയാരത്തെ വീട്ടിൽ മതാചാരപ്രകാരമായിരുന്നു നേരത്തെ നിക്കാഹ് നടന്നത്. വിവാഹത്തിന് ആശംസകൾ നേരാൻ നിരവധി പേരാണ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഷുക്കൂർ വക്കീലിനെതിരെ ഫത്വ കൗൺസിൽ. വക്കീൽ നടത്തിയത് നാടകമെന്നാണ് കൗൺസിലിന്റെ വിമർശനം. ഇസ്ലാം മത വിശ്വാസിയെന്ന് അവകാശപ്പെടുന്നയാൾ വിവാഹം രജിസ്റ്റർ ചെയ്തത് വിരോധാഭാസമാണ്. വക്കീലിന്റെ നീക്കങ്ങളെ വിശ്വാസികൾ പ്രതിരോധിക്കുമെന്നും കൗൺസിൽ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. എന്നാൽ താൻ ആക്രമിക്കപ്പെട്ടാൽ ഉത്തരവാദിത്വം പ്രതിരോധിക്കാൻ ആഹ്വാനം നടത്തിയവർക്കായിരിക്കുമെന്ന് ഷുക്കൂർ വക്കീൽ പ്രതികരിച്ചു. KV ബൈജു
ചേരുന്നു. വിവരങ്ങളുമായി ബൈജു നമ്മൾ രാവിലെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഫത്വ കൗൺസിൽ ഷുക്കൂർ വക്കീലിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കല്യാണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും വന്നു തുടങ്ങി. കൗൺസിൽ ഫോർ ഫത്വ ആൻഡ് റിസർച്ച് ആണ് ഇപ്പോൾ ഒരു തരത്തിലൊരു വിമർശനമോ അതോ ഭീഷണിയോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കുറിപ്പ് പുറത്തിറക്കിയിരുന്നത്. ഈ ഷുക്കൂർ വക്കീൽ നടത്തിയത് നാടകമെന്നാണ് ഈ കൗൺസിലിന്റെ വിമർശനം. ഒപ്പം ഇസ്ലാം മത വിശ്വാസി എന്ന് അവകാശപ്പെടുന്നയാൾ വിവാഹം രജിസ്റ്റർ ചെയ്തത് വിരോധാഭാസമാണെന്നും ഈ കുറിപ്പിൽ പറയുന്നു. സങ്കുചിത ചിന്തയാണ് വക്കീലിനെ നയിക്കുന്നതെന്നും വക്കീലിന്റെ നീക്കങ്ങളെ വിശ്വാസികൾ പ്രതിരോധിക്കുമെന്നും കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ഈ ഷുക്കൂർ വക്കീലിനെ പോലീസ് സംരക്ഷണം നൽകാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കൂടാതെ വക്കീലിനായ ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നു. താൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ ഉത്തരവാദിത്വം പ്രതിരോധിക്കാൻ ആഹ്വാനം നടത്തിയവർക്കായിരുന്നെന്നും ഷുക്കൂർ വക്കീൽ പറയുന്നു. നന്ദി ബൈജു. കല്ലടയാറ്റിൽ കിൻഫ്ര പാർക്കിന് സമീപം അമ്മയും 2 കുട്ടികളും മരിച്ച നിലയിൽ. കൊല്ലം ചാത്തന്നൂർപാറ സ്വദേശി രമ്യരാജ്, മക്കളായ സരയു, സൗരഭ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഷാനോസ് ഡേവിഡ് ചേരുന്നു. ഷാനോസ്, എന്താണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്? ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കുട്ടികളെ ശരീരത്തോട് ചേർത്ത് കെട്ടി, അതായത് സാരി ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടിയ ശേഷം ഈ മാതാവ് കല്ലടയാറ്റിലേക്ക് ചാടിയത്. തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ യുവതിയും കുട്ടികളും സാരി ശരീരത്തിൽ ചുറ്റി കുട്ടികളെയും ചാടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാണ് ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി 3 പേരെയും കണ്ടെത്തിയിരുന്നെങ്കിലും അവരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഈ മാതാവ് രമ്യരാജ്, അവർക്ക് ഏതാണ്ട് 30 വയസ്സ് പ്രായം വരും. മക്കളായ സരയു, പെൺകുട്ടിയാണ്, 5 വയസ്സാണ് പ്രായം. സൗരഭ് എന്ന് പറഞ്ഞാൽ ഇളയ ആൺകുട്ടി, 3 വയസ്സ് മാത്രമാണ് പ്രായം. ഈ 3 പേരുമാണ് മരിച്ചത്. അവരുടെ മൃതദേഹം പുറത്തെത്തിച്ചു. ഏറെ നേരം ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നില്ല. അതിനുശേഷം പോലീസിന് പോലും കൃത്യമായ വിവരം, ഇവർ ഏത് സ്വദേശികളാണ്, എവിടെയുള്ളവരാണെന്ന് കണ്ടെത്താൻ പോലീസിന് പോലും കൃത്യമായി കഴിഞ്ഞിരുന്നില്ല. അല്പസമയം മുമ്പാണ് ഈ സ്ത്രീകളുടെ പേരും മറ്റു വിവരങ്ങളും അടക്കം കിട്ടിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ മൃതദേഹം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, നന്ദി ഷാനോസ്. അമ്മയെ മകൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. ആലപ്പുഴ കുറത്തിക്കാട്ടാണ് സംഭവം. ഭരണിക്കാവ് സ്വദേശി രമയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. മകൻ മിഥുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 മണിയോടെയായിരുന്നു സംഭവം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ആലപ്പുഴ ഭരണിക്കാവ് കുറത്തിക്കാടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മകൻ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ഭരണിക്കാവ് 1000 കുന്ന് പുത്തൻതുറയിൽ മോഹന്റെ ഭാര്യ രമ, 55 വയസ്സുള്ള രമയാണ് കൊല്ലപ്പെട്ടത്. ഈ മകൻ മിഥുൻ ലഹരിക്ക് അടിമപ്പെട്ട ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മൂത്ത മകൻ വീട്ടിലെത്തി നടത്തിയ തെരച്ചിലിലാണ് ഈ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് അച്ഛനും വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് മിഥുനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നന്ദി ശരണ്യ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.